എനിക്ക് പലപ്പോഴും മനസ്സിലാത്തൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളികൾ ഈ +2 കഴിയുന്ന പിള്ളേരെ ഉടനെ UK കയറ്റി വിടുന്നത്. ഈ മാതാപിതാക്കൾ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ അവിടെ പോയി പഠിക്കുന്നത് ലോകത്തിലെ തന്നെ ടോപ്പ് ക്ലാസ് യൂണിവേഴ്സിറ്റീസിലെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നും അല്ലെന്നുള്ള കാര്യം നമുക്കറിയാം. സത്യം പറയട്ടെ, ദുബായിൽ അക്കാഡമിക് സിറ്റി എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്. ഏകദേശം 27+ യൂണിവേഴ്സിറ്റീസ് ഉള്ള ഒരു ലൊക്കേഷനാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ അമിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ബിർമിംഗം, അമേരിക്കൻ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ഉള്ളൊരു ലൊക്കേഷനാണ് ദാണ്ട ഈ കാണുന്നത്. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ദുബായ് സിലിക്കൺ ഒയാസിസ്. ഗവൺമെന്റ് ഏകദേശം 28,000 കോടി ഇന്ത്യൻ റുപ്പീസാണ് AI ആൻഡ് ടെക്കിന് വേണ്ടി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലൊക്കേഷനാണിത്. ഈ അക്കാഡമിക് സിറ്റിയുടെയും സിലിക്കൺ ഒയാസിസിന്റെയും നടുക്കുള്ള ഒരു ലൊക്കേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രോപ്പർട്ടി മേടിക്കാം. അതും 3 ബെഡ്റൂം ടൗൺ ഹൗസ്, 4 ബെഡ്റൂം ടൗൺ ഹൗസ്, ഇല്ലെങ്കിൽ സെമി ഡിറ്റാച്ച്ഡ് വില്ല നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ലൊക്കേഷനിലാണ് വരുന്നത്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലൊക്കേഷനാണ്. വേറൊന്നുമല്ല, ഇവിടെ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൗൺ ഹൗസിലൊക്കെ ഏകദേശം 55 to 60 ലക്ഷം ഇന്ത്യൻ റുപ്പീസാണ് വർഷം റെന്റലായിട്ട് കിട്ടുന്നത്. ഫുള്ളി ഫർണിഷ്ഡ് ടൗൺ ഹൗസ് ആണ്. മന്ത്ലി 1% അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തേരാം.